അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖം എന്ന് വിചാരിക്കണം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അൽഹംദുലില്ലാ. ആർക്കാണെങ്കിലും രോഗങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരാണെങ്കിലും നമുക്ക് വിഷമം തന്നെ ഇക്കാരം. അത് നമ്മളെ ശത്രുക്കളാണെങ്കിൽ പോലും ആർക്കും അങ്ങനത്തെ ഒരവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. രോഗത്തിൻ്റേതായുള്ള കഷ്ടപ്പാട്, അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നമ്മൾക്ക് വരും, മാറും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ വലിയ മാരകമായ രോഗങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് രേണുസുതിയെക്കുറിച്ച് തന്നെയാണ്. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണുസുതിനെ കുറിച്ച്. പിന്നെ ഇന്നലെ വീണ്ടും ഒരുപാട് ആൾക്കാർ അതിന് ഇതായിട്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കതിൽ ഒരു കാര്യം ആലോചിച്ചപ്പോൾ എനിക്കും ശരിയാണെന്നാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാനിപ്പോൾ പറയുന്നത് രേണുസുതിയാണ് കേട്ടോ. രേണുസുതി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ രേണു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, രേണുവിൻ്റെ അവസ്ഥയിലൂടെ ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചെങ്കിൽ, അങ്ങനെയല്ല, ഒരു സെക്കൻഡ് മദർ എന്നുള്ളൊരു സ്ഥാനത്ത് ജീവിച്ച് വന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്കതിൽ രേണു പറയുന്നത്, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ, എൻ്റെ കൂടെ അങ്ങനത്തെ മക്കളുണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ആ മക്കൾ ചെയ്യുന്ന തെറ്റുകളല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ, 18 വയസ്സ് വരെ അവരെ നോക്കി വളർത്തി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരായി, അവരെ ജീവിതമായി. അതുവരെ നമ്മളുടെ കടമയാണത്. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു അച്ഛന് വൈഫായിട്ട് നമ്മൾ പോകുമ്പോൾ ആ മക്കൾ പിന്നെ എവിടെ പോകാനാ? എവിടെയും പോവില്ല. അപ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് വളർത്തണം, അവരെ സംരക്ഷിക്കണം എന്നുള്ള തയ്യാറെടുപ്പുകളോട് കൂടി തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ പോവുക. ഒരു പക്ഷേ എത്ര ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്, പത്തമ്മ വന്നാലും പെറ്റമ്മ കൊക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. പിന്നൊരു പഴമൊഴിയുള്ള എന്താണെന്ന് വെച്ചാൽ, ആരാനും മക്കളെ പോറ്റി വളർത്തിയ വാട്ടാളം തൻ്റെ മരണം എന്ന് പറയും. കാരണം ഇത് രണ്ടും, പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ആരാനും മക്കളെ പോറ്റി വളർത്തിയ വാട്ടാളം തന്നെ മരണം എന്നുള്ളത് അധികം ആരും പറയാറില്ല. നേരെ മറിച്ച് പത്തമ്മ വന്നാലും പെറ്റമ്മയ്ക്കൊക്കില്ല എന്നുള്ള വാക്കുകൾ ഒരുപാട് ആൾക്കാർ പറയുന്നതാണ്. മറ്റേ വാക്ക് അങ്ങനെ ആരും ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടില്ല എവിടെയാണെങ്കിലും. ഇനിയിപ്പോൾ നമ്മളെ റിയൽ ജീവിതത്തിൽ നമ്മൾ അയലോക്കത്തോ അങ്ങനെ ഒരു രണ്ടാനമ്മയുള്ള വീട്ടിലാണെങ്കിലോ അങ്ങനെയുള്ളിടത്താണെങ്കിലും ഇത് ഞാൻ പറയുന്ന അധികം കേട്ടില്ല. പക്ഷെ അങ്ങനെയും ഒരു പഴമൊഴി അതിലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, രേണുവിനിപ്പോൾ സുഖമില്ലാതിരിക്കണതാണ്. ഇപ്പോൾ രേണു മത്സരത്തിൽ നിൽക്കേണ്ട ഒരു അവസരമല്ല. അതുമല്ലാതെ അവനിപ്പോൾ ഒന്നും തന്നെ പറയാൻ നിൽക്കുന്നില്ല. അവൻ്റേതായ ജീവിതം കൊണ്ട് അവൻ പോയി. ഇനിയിപ്പോൾ ഫോൺ വിളിച്ചില്ല എന്ന് പറഞ്ഞു, നീ ബ്ലോക്കാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു, നിനക്ക് ആവശ്യമില്ല, നീ ബ്ലോക്കാക്കി. അവനിപ്പോൾ ഇനി അങ്ങനെ ഒരാളുടെ സഹായം വേണമെന്നും പറയില്ല. പക്ഷേ രേണു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥയിൽ, ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ മറ്റുള്ളവരെ വലിച്ചിടാനും വൈരാഗ്യത്തിനും ഇതിന് നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ നീ നിൻ്റെ രോഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിതയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ ഒരു വിവാദത്തിനോ ഇങ്ങനെ ഒരു പേര് പറയാനോ ഒരാൾ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് അവരുടെ ചാനലിൻ്റെയും മറ്റുള്ളതിൻ്റെയും റീച്ച് തന്നെയായിരിക്കും അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ അവർ മുൻകൂട്ടി തന്നെ ഒരു ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ കുറേ ചോദ്യാവലികൾ റെഡിയാക്കിയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ രേണുവിന് പറയാം, ആ സബ്ജക്റ്റ് ഞാൻ വിട്ടതാണ്, അതുകൊണ്ട് ആ ചോദ്യം വേണ്ട, നിങ്ങൾ വേറെ എന്നെക്കുറിച്ച് ചോദിച്ചോളൂ എന്ന് പറയാം. കാരണം ഇങ്ങനെയുള്ള ജീവിക്കുന്ന അമ്മമാർക്കാണെങ്കിലും തന്നെ മക്കൾക്കാണെങ്കിലും തന്നെ പലതും പറയാനുണ്ടാവും. കാരണം എത്ര നമ്മൾ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നാലും ആ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ സ്നേഹം തന്നെയായിരിക്കും. അത് അങ്ങ് പിരിഞ്ഞു കഴിയുമ്പോൾ ആ മക്കൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മയല്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ പോലും ആ മക്കൾ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും. കാരണം എൻ്റെ അമ്മയല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ, എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പറയുമോ ചെയ്യോ എന്നാണ് ചിന്തിക്കുക. ആ മക്കളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുക. അതേ സ്ഥാനത്ത് നമ്മളെന്താണ് ചെയ്യുക? നമ്മൾ പ്രസവിച്ചതാണ് ഇങ്ങനെ ചെയ്യില്ലല്ലോ, നമ്മളെ ചോരയിലുണ്ടായതാണ് ഇങ്ങനെ പറയില്ലല്ലോ നമ്മളടുത്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇത് നമ്മളെ ചോരയിലുണ്ടായ നമ്മൾ പ്രസവിച്ച മക്കളാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അച്ഛനെയും അമ്മേനെയും തള്ളി പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിലും കാമുകൻ്റെ കൂടെ പോകാനും അല്ലെങ്കിൽ കാമുകയുടെ കൂടെ പോകാനും അല്ലെങ്കിൽ വേറെയുള്ള പ്രശ്നത്തിനും ഒരു മൊബൈൽ ഫോൺ കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ എന്ന് സ്വന്തം പ്രസവിച്ച മക്കൾ തന്നെ പറയുന്നില്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, കിച്ചു നല്ലൊരു ഒതുക്കുള്ള കുട്ടിയാണ് തോന്നുന്നു. കാരണം പരമാവധി അവൻ
ക്ഷമാശീലനായിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു കുടുംബങ്ങൾ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ടാവും. നമ്മൾ മുതിർന്നവരെന്ത് ചെയ്യണം? കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് നമുക്കതിന് മറുപടി പറയാൻ നിൽക്കരുത്. നമ്മൾ ആ നേരത്ത് മൗനം പാലിക്കുക. അവരെന്തോ പറയട്ടെ, കാരണം അവരെന്ത് പറഞ്ഞാലും അതാണ് അംഗീകരിക്കുക ജനങ്ങൾ. കാരണം അവന് അമ്മയില്ല, അച്ഛനില്ല, ഒരു അമ്മുമ്മയുടെ അടുത്ത് ജീവിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കണം. കാരണം ജനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് കിട്ടുന്ന അത്ര ഒരു സ്നേഹമോ സിമ്പന്തിയോ നമ്മൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രേണു അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്ന വീഡിയോസിലെങ്കിലും അവനെക്കുറിച്ച് പറഞ്ഞ് വെല്ലുവിളിക്കാതിരിക്കുക. കാരണം രോഗത്തിൻ്റെ നടുക്കട്ടത്തിൽ നിൽക്കണ മാതിരിയാണ് ഇപ്പോൾ നീ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ അത് പറയുന്നത് ശരിയല്ല. നീ ഇനി അത് വേണ്ടെങ്കിൽ ആ ഭാഗം വിട്ടിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ നിൻ്റേതായ ജീവിതം, നിൻ്റെ കുട്ടിയുടെ കാര്യം, നിൻ്റെ രോഗത്തിൻ്റെ കാര്യം അത് മാത്രം പറയുക. അല്ലാതെ ഇൻ്റർവ്യൂവിന് വരുന്നതാണെങ്കിലും നീ വിളിച്ചിട്ട് വരുന്നവരാണെങ്കിലും ഈ പറയുന്നവർ ആ ഭാഗം വിട്ട് ബാക്കി എന്ത് ഭാഗങ്ങൾ വേണമെങ്കിലും നിനക്ക് സംസാരിക്കാം. അവനെ ഇനി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതിൽ നിന്നെ തന്നെ ആയിരിക്കും കുറ്റം പറയുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നീ അതിന് നിൽക്കാതിരിക്കുക. നീ അങ്ങനത്തെ അവനെ പറ്റിയുള്ള വാചകങ്ങളും കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കേണ്ടതും തുറന്നു വെക്കേണ്ടതും, അത് നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ പലതും നമുക്ക് മറച്ചു വെക്കേണ്ടി വരും. നമുക്ക് തുറന്ന് പറയേണ്ടതുണ്ടാവും, തുറന്ന് പറയാൻ പാടില്ലാത്തതുണ്ടാവും. അതൊക്കെ നമ്മൾ കുടുംബങ്ങളല്ലേ, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിൻ്റെ കടമയായിരുന്നു. നീ ആ സുധി എന്ന മനുഷ്യനെ വിവാഹം കഴിച്ച് പോകുമ്പോൾ 11 വയസ്സുള്ള ഒരു മോൻ കൂടെ ഉണ്ടെങ്കിൽ ആ മോനെ സംരക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ്റേതായ വളർച്ചയിലെത്തിയപ്പോൾ അവൻ്റെ കാര്യം നോക്കാൻ തുടങ്ങി. നിൻ്റെ കടമ നീ ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കാൻ നിൽക്കരുത്. കാരണം വിവാഹം കഴിച്ച നമ്മളത് സംരക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇനി രേണു പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരിലെ എടുത്തിട്ട് അലക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ കൊടുക്കുക. രേണുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയണത്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, വിഷമിച്ചെങ്കിൽ, വേദനിച്ചെങ്കിൽ സോറി. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. അസ്സലാമു അലൈക്കും.